ഗൗതം ഗംഭീറിന്റെ മുഖത്ത് ഒരു റിലീഫ് ഉണ്ട്. സൂര്യകുമാർ യാദവിന് ഇനി ദീർഘശ്വാസം വിടാം. പ്രസ് മീറ്റിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാചകങ്ങൾ പോലും നമ്മൾ എഴുതി തള്ളിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അയാൾക്കും വിടരും സന്തോഷവും ചിരിയും. ഹിസ്റ്ററി ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരിക്കൽ പോലും ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ജയിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ടീം മാറ്റിക്കുറിക്കുന്നു. റിങ്കു സിംഗിനെ നോക്കുക. അയാളുടെ പേര് പറയാണ്ടും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അയാളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും വേഗം കുടുംബത്തിലേക്ക് പോയി അടുത്ത മത്സരം ഇന്ത്യ ഇറങ്ങുന്നതിന് മുമ്പ് ടീം ക്യാമ്പിലേക്ക് തിരികെ എത്തിയ മനുഷ്യനാണ് റിങ്കു സിംഗ്. അയാൾക്കറിയാം അയാൾക്ക് ടീമിൽ സ്ഥാനമില്ല എന്നും. അതറിഞ്ഞിട്ടും അയാൾ ടീമിലേക്ക് ജോയിൻ ചെയ്തു. അയാളുടെ നാഷണൽ ഡ്യൂട്ടി നിറവേറ്റി. അതിനു വേണ്ടിയിട്ടും എഴുന്നേറ്റ് നിന്ന് കയ്യടികൾ കൊടുക്കണം റിങ്കു സിംഗ് എന്ന മനുഷ്യനും അയാൾ നടത്തുന്ന കമ്മിറ്റ്മെന്റിനും വേണ്ടി. ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരും 15 പേരും റിസർവ് ആയിരുന്നപ്പോൾ, തുടക്കത്തിലെ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കായിരുന്നപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഫോൺ കോൾ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മുഹമ്മദ് സിറാജ് വന്ന് 3 വിക്കറ്റുകൾ പിഴുതെടുത്തു കൊണ്ടുപോയി. USA-യിൽ നിന്ന് തുടങ്ങിയ ആ വിജയം തൊട്ട് ആകെ പിഴച്ചതൊരൊറ്റ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, അതും ഇതേ സ്റ്റേഡിയത്തിൽ 76 റൺസിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 96 റൺസിന് ജയിക്കാനും ഞങ്ങൾക്കറിയാമെന്ന് അതേ സ്റ്റേഡിയത്തിൽ വിളിച്ചു പറയുന്ന ഇന്ത്യൻ ടീമിനെ കാണുമ്പോൾ ത്രിവർണ്ണ പതാകകൾ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനുള്ളിൽ ഉയർത്തിക്കെട്ടുമ്പോൾ വിഴിഞ്ഞവും അതുപോലെ ആഘോഷിക്കും. കാരണം മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് ആ T20 ലോകകപ്പ് കിരീടം വരുന്നു. അത് സഞ്ജുവിന്റെ തോളിലേറി വരുന്നു. ഒരൊറ്റ കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് സഞ്ജു സാംസന്റെ കൈകളിലേക്കാണോ എത്തുന്നത്? എല്ലാ ഘടകങ്ങളും അങ്ങോട്ടേക്ക് തന്നെയാണ് നീളുന്നത്. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം, ഒരു കൊതി, സഞ്ജു സാംസണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുന്നത് കാണാനായി, ആ പേര് ഉറക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാനായി, ലോക ക്രിക്കറ്റ് മുഴുവനായി ഉറ്റുനോക്കുന്ന ഈ നിമിഷത്തിൽ, ഈ സമയത്തിൽ അയാളുടെ പേര് അവിടെ കേൾക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോകുന്നു. ആ അവാർഡ് അയാളുടെ കൈകളിലേക്ക് തന്നെയാണോ കിട്ടുന്നത്? ആഘോഷം, ബാൻഡ് മേളം, ചെണ്ടകൊട്ട്, കാത്തിരുന്ന നിമിഷങ്ങൾക്ക് ഇത് ആഘോഷങ്ങളുടെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. വരാൻ പോകുന്ന ഓരോ നിമിഷങ്ങളും സ്വാഭാവികമായിട്ടും കണ്ണുനീരിൽ നിൽക്കും. അത് സങ്കടത്തിന്റെ അല്ല, ആനന്ദ കണ്ണുനീർ പൊഴിയും ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. മാത്രമല്ല 140 കോടി ഇന്ത്യൻ ജനതയുടെ മനസ്സിലും കണ്ണിലും. ഓരോ തെരുവുകളും ഇന്നുറങ്ങില്ല. എല്ലാവരും ആഘോഷിക്കും, തെരുവുകളിലേക്ക് ഇറങ്ങും. ബൈക്ക് റാലി, കാർ റാലി, ത്രിവർണ്ണ പതാകകൾ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ട് നടക്കും. ഈ രാത്രിയിൽ, ഈ രാവിൽ അത് തന്നെ നമ്മൾ കാണുകയും ചെയ്യും. വൺ സൈഡഡ് ഗെയിം ആയിരുന്നു ഇത്. ഇതൊരു ഫൈനലിന് വേണ്ടിയിട്ടുള്ള അവസാന നിമിഷ പോരാട്ടങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.